സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാന ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്നതാണ് നിലവിലെ ചർച്ചാ വിഷയം. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.5-നും 2.8-നും ഇടയിലാണെങ്കിൽ ശമ്പളത്തിൽ 150% വർധന ഉണ്ടാകുമെന്നാണ് നിഗമനം. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കിടയിലും പെൻഷൻകാർക്കിടയിലും 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ്. പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്നതാണ് പ്രധാന വിഷയം. ഫിറ്റ്മെന്റ് ഫാക്ടർ കൂട്ടണമെന്ന ആവശ്യം ജീവനക്കാർ ഉയർത്തുന്നുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.5-നും 2.8-നും ഇടയിലാണെങ്കിൽ ശമ്പളത്തിൽ 150% വർധന ഉണ്ടാകുമെന്നാണ് പലരും കരുതുന്നതെങ്കിലും യഥാർത്ഥ കണക്കുകളിൽ വ്യത്യാസമുണ്ടായേക്കും. ജീവനക്കാരുടെ പുതുക്കിയ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുന്നതിനായി നിലവിലെ അടിസ്ഥാന ശമ്പളത്തിൽ ഗുണിക്കുന്ന സംഖ്യയാണിത്. എന്നാൽ ജീവനക്കാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷാമബത്ത കൂടി പരിഗണിച്ചാണ് യഥാർത്ഥ ശമ്പള വർധനവ് കണക്കാക്കുന്നത്. പുതിയ കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ DA അടിസ്ഥാന ശമ്പളത്തിന്റെ 50%-മോ 100%-മോ അല്ലെങ്കിൽ 125% വരെ എത്തിയേക്കും. യഥാർത്ഥത്തിൽ 8ാം CPC നടപ്പിലാക്കുമ്പോൾ ആദ്യം മൊത്തം DA അടിസ്ഥാന ശമ്പളത്തിൽ ചേർക്കും. തുടർന്ന് ഫിറ്റ്മെന്റ് ഘടകം പ്രയോഗിക്കും. ശേഷിക്കുന്ന ബാക്കി ഭാഗമാണ് യഥാർത്ഥ വർധനവ്. 6ാം ശമ്പള പരിഷ്കരണത്തിൽ ജീവനക്കാരുടെ ശമ്പള വർധനവ് 54%-ആയിരുന്നു. 7ാം CPC-യിൽ അതിലും കുറവ് വർധനയാണ് ഉണ്ടായത്. നിലവിൽ 18,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ഫിറ്റ്മെന്റ് ഫാക്ടർ 1.9 ആയാൽ പുതിയ അടിസ്ഥാന ശമ്പളം 34,200 രൂപയാകും. ഇത് ഏകദേശം 13% യഥാർത്ഥ വർധനമാണ് നൽകുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 ആണെങ്കിൽ പുതിയ അടിസ്ഥാന ശമ്പളം 46,260 രൂപയാകും. ഇത് ഏകദേശം 53% യഥാർത്ഥ വർധനവിന് തുല്യമാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 ആയാൽ പുതിയ അടിസ്ഥാന ശമ്പളം 51,480 രൂപയാകും. ഇത് ഏകദേശം 70% യഥാർത്ഥ വർധനയായിരിക്കും. പുതിയ ശമ്പള പരിഷ്കരണം വരുമ്പോൾ നിലവിലെ DA അടിസ്ഥാന ശമ്പളത്തോട് ചേർത്ത ശേഷമാണ് പുതിയ വർധനവ് നിശ്ചയിക്കുന്നത്. അതിനാൽ DA നിരക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടറിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ശമ്പള വർധനവിന് കാരണമായേക്കാം. 8ാം ശമ്പള കമ്മീഷനിലൂടെ മികച്ചൊരു ശമ്പള വർധനവാണ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടറിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ശമ്പളത്തിലെ മാറ്റം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.